ഈ ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയതാണ്, ഈ ഫ്ലവേഴ്സും ഞാൻ ഉണ്ടാക്കിയതാണ്, ഈ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഒരു രസത്തിലൊക്കെ കൊടുക്കണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കുഞ്ഞു ബാസ്ക്കറ്റ് വിച്ച് ഈസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. ഈ പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈ ഒബ്സഷൻ. എൻ്റെ വീഡിയോസ് മുമ്പേ കാണുന്നവർക്കറിയാം, ഞാൻ ഒരുപാട് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്തോ റിയൽ ഫ്ലവേഴ്സിനോട് എനിക്ക് അത്ര ക്രേസ് ഇല്ല കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കിഷ്ടമാണ്, പക്ഷേ ഇത്രയും ഒരു ഒബ്സഷൻ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ആൻഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയ ആണിത്. ഇത് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സും അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലും വന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറേ ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒന്നോ രണ്ടെണ്ണം മാത്രമേ വെക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ ക്രാഫ്റ്റ് നൈഫ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പേപ്പർ സ്ലൈഡിൽ ഇത് മുറിച്ച് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേപ്പർ നൈഫ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ അത് തന്നെ യൂസ് ചെയ്യാം. കാരണം അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതൊക്കെയും ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ സംഭവം റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ബാസ്ക്കറ്റിനകത്തോട്ട് വെച്ച് കൊടുക്കുക, സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്ക് ആഡ് ചെയ്യാം, പക്ഷേ ഇതിങ്ങനെ തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് പോവാം.